ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു കേബേജ് തോരനാണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്നൊരു രീതി കാണിക്കാമെന്ന് മാത്രം. കേബേജ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇതിപ്പോൾ ഞാനൊരു പീലർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ പീൽ ചെയ്യുന്നത് അതേ രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കുമ്പോൾ ഇവിടെ വല്ലാതെ ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കേബേജെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1/2 കിലോ കേബേജാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടൊരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില, ഒരു 4 പച്ചമുളക്, ഒരു വെള്ളുള്ളി ഇട്ടിട്ടുണ്ട്. വെള്ളുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ചിലവർക്ക് ഫ്ലേവർ ഇഷ്ടാവില്ല, അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതൊക്കെ കൂട്ടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ആദ്യം പച്ചമുളക് ചതക്കാം, അതിന് ശേഷം ചെറിയ ഉള്ളിയും വെള്ളുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ കല്ലിലിട്ടിട്ട് തന്നെ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചതക്കേണ്ട മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ടിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ചതച്ചാൽ മതിട്ടോ. പച്ചമുളകും ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ച് ചതയ്ക്കുക. ഇനി ഈ ചമ്മന്തി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ കേബേജിലേക്ക് ചമ്മന്തിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അധികം ഹാർഡാവാത്ത രീതിയിൽ പതുക്കെ നന്നായിട്ട് എല്ലാ ഭാഗവും മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹാർഡാവാതെ നല്ല തിരുമ്മി കുഴയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് എല്ലാ ഭാഗത്തൊന്നും മിക്സ് ആയാൽ മതി കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ഒരു നുള്ളു മാത്രം ഇട്ടാൽ മതി, പെട്ടെന്ന് കളറ് കൂടിപ്പോവും. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കടുക് വേണ്ടവർക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ വല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു നുള്ള് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നോട്ടെ. ഇനി ഇതിലേക്ക് 2-3 ഉണക്കമുളക് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജും തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെക്കാണ്ടാണ് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് 1-2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇവിടെ ക്യാബേജ് അങ്ങനെ അധികം വെന്ത് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നല്ല നൈസായിട്ടാണല്ലോ ഇപ്പോൾ ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വേവിച്ചാൽ തന്നെ വേവാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിസ്പ്നെസ്സൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിനിയിപ്പോൾ നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോകണം. എത്രയും കുക്കായാൽ മതി കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊരു 2 മിനിറ്റ് മാത്രമേ ഇത് വേവിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ആ ഒരു ക്രിസ്പ്നെസ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് പോവും. ഇപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ഒരു 1/2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അടച്ച് വയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരെല്ലാവരും കാണുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും കുറച്ച് പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.